TV കലാപുരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സ് വിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. അക്യുല ഫിനാൻസ് ലിമിറ്റഡ്, ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കേരള പെയിന്റ്സ്, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി, പാട്ടുരായ്ക്കൽ, തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ. 64ാമത് സ്കൂൾ കലോത്സവത്തിന് തൃശ്ശൂർ വേദിയാവുമ്പോൾ തൃശ്ശൂർ ആളും അരങ്ങും ഒക്കെ ഒരുങ്ങിക്കഴിഞ്ഞു. കലോത്സവം ആരംഭിക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ, അതിൻ്റെ എത്രമാത്രം ഒരുക്കങ്ങളായി എന്നുള്ളത് കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഇങ്ങനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കലവറയിലാണുള്ളത്. 22ാമത് കലോത്സവത്തിന് ഒരുക്കങ്ങളായിട്ട് നിൽക്കുകയാണ് പഴയിടം നമ്പൂതിരി. ഇപ്പോൾ 22ാമത് കലോത്സവത്തിനാണ് അദ്ദേഹം കലവറ ഒരുക്കുന്നത്. സാർ, എങ്ങനെയുണ്ട് ഇവിടെ ഒരുക്കങ്ങളൊക്കെ നോക്കി കണ്ടപ്പോൾ? ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. രാവിലെ കലവറയിൽ വെച്ച് തുടങ്ങിയായിരുന്നു. പിന്നെ അതിനുശേഷം 2:30ക്കാണ് പാലുകാച്ചലുള്ളത്. ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒരു ദിവസം ഏകദേശം 60,000-ൻ്റെ അടുത്ത ആൾക്കാർ മൊത്തത്തിൽ കഴിക്കുമെന്നാണ് പറഞ്ഞത്. ഉച്ചയ്ക്ക് ഏകദേശം ഒരു 20,000-ൻ്റെ ആൾക്കാർ കഴിക്കുമെന്നാണ് പറഞ്ഞത്. എല്ലാവിധ സംവിധാനങ്ങളും റെഡിയാണ്. നമ്മൾ അപ്പുറത്താണ് കഴിക്കുന്ന സ്ഥലം. അവിടെ അറ്റ് എ ടൈം 4,000 പേർക്ക് കഴിക്കാൻ പറ്റുന്ന സൗകര്യങ്ങളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാക്സിമം ഒരു തിരക്ക് ഒഴിവാക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? ഒരുപാട് പേര് എത്തുന്നത് കൊണ്ട് തന്നെ ആ ഒരു തിരക്ക് മാക്സിമം ഒഴിവാക്കാനായിട്ടും ശ്രമിക്കുന്നുണ്ട് അല്ലേ? അതെ, അറ്റ് എ ടൈം 4,000 പേർക്കുണ്ട്. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ടുള്ള എപ്പോഴും അവിടെ ആളുണ്ടാവുന്ന രീതിക്കായിരിക്കും ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ രീതിക്ക് തന്നെ തിരക്ക് പരമാവധി കുറച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും പരമാവധി യൂസ് ചെയ്തുകൊണ്ട് കൂടുതലായിട്ടുള്ള പൈപ്പുകൾ, വെള്ളം കൈ കഴുകാനുള്ള പൈപ്പും സ്പേഷ്യസ് ആയിട്ടുള്ള അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു ക്യൂ മാനേജ്മെൻറ്റും പ്രോപ്പറായിട്ട് ആക്കിക്കൊണ്ട്, പിന്നെ ട്രാഫിക്കും ഇവിടെ 1 ലൈൻ ട്രാഫിക് ആയിരിക്കും ആ ഒരു സമയത്ത്, ഉച്ചയ്ക്ക് ആ ഒരു സമയത്ത്. ഇപ്പോൾ വരുന്നു, ബസ്സിൽ വരുന്നു, എല്ലാവരും അവിടെ ഇറങ്ങുന്നു, പിന്നെ ബസ് അപ്പോൾ പോകുന്നു, പിന്നെ തിരിച്ച് പോകുന്നത് ഇതുവഴി കൂടെ ആയിരിക്കും കുട്ടികൾ കഴിച്ചിട്ട് പോകുന്നത്. അപ്പോൾ അവിടുന്ന് അവരുടെ ബസ്സുകൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിക്കാണ് പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 22ാമത് കലോത്സവം നമ്മൾ കണ്ടിന്യൂസ്ലി നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പുതിയൊരു കലോത്സവം വരുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ലേ? നമ്മൾ അല്ലേ, കലോത്സവം പുതിയതല്ലല്ലോ, വർണ്ണത്തിൻ്റെ തുടർച്ചയാണ് അടുത്ത വർഷം വരുന്നത്. അപ്പോൾ പിന്നെ അതിലേക്ക് മാറുമെന്നല്ലോ. പുതിയതായിട്ട് നമുക്കിലൊന്നും കണ്ടുപിടിക്കാനോ ഒന്നും ചെയ്യാനോ ഇല്ല. അതിൻ്റെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ജോലിയുടെ ഒരു ഭാഗമായിട്ട് കലോത്സവം ചെയ്തു പോകുന്നതെന്ന് മാത്രം. നമ്മൾ എല്ലാ പ്രാവശ്യവും കലോത്സവം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും കണ്ണ് കലവറയിലേക്ക് വരാറുണ്ട്. ആ ഒരു അനുഭവിക്കാനായിട്ട് പലർക്കും സാധിക്കാറുണ്ട്. സാധിക്കാത്തവരും ഈ വീഡിയോയിലൂടെയൊക്കെ അറിയാൻ ശ്രമിക്കാറുണ്ട് എങ്ങനെയാണ്, എന്തൊക്കെയാണ് വിഭവങ്ങൾ എന്നൊക്കെ. അപ്പോൾ ഈ വരുന്ന എല്ലാ ദിവസങ്ങളിലും പായസത്തോടു കൂടിയുള്ള സദ്യ തന്നെയാണ്. എല്ലാ ദിവസവും പായസമുണ്ട്. 12ഓളം വിഭവങ്ങൾ ഉച്ചയ്ക്ക് വിളമ്പുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിന് വിവിധങ്ങളായ ഐറ്റംസാണ്. രാവിലെ ദോശ, ഇഡ്ഡലി, പുട്ട്, ഉപ്പുമാവ്, അങ്ങനെ ഇടിയപ്പം തുടങ്ങിയ എല്ലാ സാധനങ്ങളുണ്ട്. വൈകുന്നേരം ചപ്പാത്തി വിത്ത് വെജിറ്റബിൾ കറിയാണ് വൈകുന്നേരം. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതാണ് തൃശ്ശൂർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സാധാരണ വൈകുന്നേരം ഊണാണ് പതിവ്. ഇത്തവണ മാറ്റിയിട്ട് ചപ്പാത്തി വിത്ത് വെജിറ്റബിൾ കറി ആക്കിയിട്ടുണ്ട്. ആരോഗ്യം നോക്കുന്ന ആളുകൾക്ക്, ഇപ്പോൾ ചോറ് ഒഴിവാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതനുസരിച്ച് ചപ്പാത്തി കഴിക്കാനുള്ള ഒരു അവസരമാണ് ഒരുക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പാലുകാച്ചലിനായിട്ടുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും 22 വർഷം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു സന്തോഷം കൂടെ ഉണ്ട്. അത് നമുക്കും അത് ഭയങ്കര സന്തോഷം. അപ്പോൾ എന്തായാലും ആ ഒരു രുചി അറിയാനായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട്. കലവറയിലെ വിശേഷങ്ങൾ ഇങ്ങനെ നമുക്ക് ഇനിയും കാണാം, കേൾക്കാം വരും ദിവസങ്ങളിൽ. കലോത്സവത്തിന്റെ ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഉള്ളത്. വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന അറേഞ്ച്മെന്റ്സ് ഒക്കെ എല്ലാം ഒരുവിധം ആയിട്ടുണ്ട്. അതെ, നമ്മൾ ഫൈനലായിട്ടുള്ള കുറച്ച് ചെയറും ടേബിളും ഇടേണ്ട വർക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. പകുതിയോളം ഇട്ട് കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4,000 പേർക്ക് ഇവിടെ ഇരിക്കാൻ പറ്റും. അപ്പോൾ അവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ അവിടെയാണ് എൻട്രൻസ് വരുന്നത്. അപ്പോൾ എൻട്രൻസ് കൂടെ ബസ് അവിടെ വണ്ടികൾ നിർത്തിയിട്ട് കുട്ടികൾ ഇറങ്ങുന്നു. പിന്നെ അതിന് ശേഷം ഒരു ക്യൂ കൗണ്ടർ പോലെ ഉണ്ടാവും. പരമാവധി സ്മൂത്തായിട്ട് എല്ലാവർക്കും അധികം നേരം ക്യൂ നിൽക്കാത്ത രീതിക്ക് വന്നിട്ട് കഴിച്ചിട്ട് പോകുന്ന രീതിക്കാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഫ്ലോ ആയിരിക്കും. പിന്നെ കൈ കഴുകാനും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 150ഓളം പൈപ്പുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവിടുത്തെ വെള്ളം കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനും കോർപ്പറേഷൻ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ ക്യൂ നിൽക്കാൻ മാത്രമായിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? അവിടെ ക്യൂ നിൽക്കാനും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ 4,000 പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാവുന്ന രീതിയിൽ ബെഞ്ചും ചെയേഴ്സും ഒക്കെ അല്ലേ? അതെ, ഒരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അത് കൂടാതെ തന്നെ കുറച്ച് സ്പീക്കർ അതൊക്കെ വെച്ചിട്ട് ഒരു സൗണ്ട് സിസ്റ്റം അവിടെ ഉണ്ടാവും. ക്യൂ നിൽക്കുന്നവർക്ക് കുറച്ച് ടൈം പാസ് ആവാനും അങ്ങനത്തെ ഒരു സംവിധാനം കൂടെ ചെയ്യുന്നുണ്ട്. ഇത് ഫുഡ് കമ്മിറ്റിയാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് ചെയ്യുന്നത്. നമ്മൾ 18 സബ് കമ്മിറ്റികളുണ്ട്. അത് ഫുഡ് കമ്മിറ്റിയാണ് ഇതിൻ്റെ ഫുള്ളായിട്ട് കോർഡിനേഷൻ ചെയ്യുന്നത്.
അപ്പൊ എന്തായാലും വളരെ വിശാലമായിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം അതായത് വിശപ്പിന്റെ ഒരു സമയം ആയതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചൊരു ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും ആ ഒരു സമയത്ത്. പക്ഷെ അതൊക്കെ മാറ്റി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ച് പോവാവുന്ന രീതിയിലാണ് ഇവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉള്ളത്. ധാരാളം ഫാനുകളും ഉണ്ട് അല്ലെ, ഉച്ച സമയമാണെങ്കിലും. ഈ പന്തലിന്റെ ഒരു പ്രത്യേകത കാരണം കൊണ്ട് തന്നെ അധികം ചൂടില്ല. ഇപ്പൊ തന്നെ നമ്മൾ നിൽക്കുമ്പോൾ അധികം ചൂട് അറിയുന്നില്ല. അപ്പോൾ അത് തന്നെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഫാൻസും ഉണ്ട്. അപ്പോൾ പരമാവധി അകത്ത് അധികം ചൂടില്ലാത്ത രീതിക്കാണ് ഇത് അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുള്ളത്. അത്രയും വിശാലമായി തന്നെയാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. തൃശ്ശൂർ പാലസ് ഗ്രൗണ്ടിലാണ് സംസ്ഥാനതല സ്കൂൾ കലോത്സവത്തിന്റെ കലവറ ഒരുക്കിയിട്ടുള്ളത്. അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കുട്ടികൾക്കും അതുപോലെ കലോത്സവം ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ വരാനുള്ള ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. വളരെ വിശാലമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് ഇതിനായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അത് കുട്ടികൾക്ക് വെയിറ്റ് ചെയ്യുന്നതിനാണെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിനാണെങ്കിലും തുടർന്ന് കൈ കഴുകുന്നതിനാണെങ്കിലും പുറത്തു പോകുന്നതിനാണ് വ്യക്തമായിട്ടുള്ളൊരു പ്ലാനോട് കൂടിയിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. മാത്രമല്ല ഇവിടെ ഈ ടോയ്ലറ്റ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. വൺ വേ ട്രാഫിക് ആണ് എന്ന് കളക്ടർ പറഞ്ഞിട്ടുണ്ട്. അതായത് അത്രയും മാത്രം തിരക്ക് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ചൂട് ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ ഒരു പന്തലിട്ടിട്ടുള്ളത്. അതുപോലെ വിശാലമായതുകൊണ്ടും വലിയൊരു ഏരിയ തന്നെ ഇതിനായിട്ട് ഒരുക്കിയിട്ടുള്ളത് കൊണ്ടും ഒക്കെ ഉച്ച സമയത്ത് ചൂട് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും കലോത്സവം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഒരുക്കങ്ങളൊക്കെ ഒരുവിധം പൂർത്തിയായിട്ട് അതിനെ വരവേൽക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് പാലസ് ഗ്രൗണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കലോത്സവത്തിന്റെ മെയിൻ വേദിയായിട്ടുള്ള എക്സിബിഷൻ ഗ്രൗണ്ടിലാണ്. വളരെ മനോഹരമായിട്ടുള്ള വലിയൊരു വേദി തന്നെയാണ്. അപ്പോൾ സാർ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വേദിയിലേക്ക് വരുമ്പോൾ തന്നെ മനോഹരമായിട്ടുള്ള ഒരു എൻട്രൻസ്, അതുപോലെ ഇവിടെ ഒരു ഇത് അങ്ങനെ വളരെ രസകരമായിട്ട് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എങ്ങനെയുണ്ട് വേദി? അതെ, ഇവിടെ വരുമ്പോൾ തന്നെ നമുക്ക് ആ കലോത്സവത്തിന്റെ ഒരു വൈബ് എല്ലാവർക്കും കിട്ടുന്ന രീതിക്കാണ് നമ്മൾ രാവിലെ തൊട്ട് തന്നെ അതിൻ്റെ ഒന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട വേദി, സൂര്യകാന്തി. ഇവിടെ മൈതാനത്ത് 3 വേദികളാണുള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ളത്. നാളെ ഉദ്ഘാടനവും എല്ലാ സമ്മേളനവും അതിനുശേഷം പ്രധാനപ്പെട്ട വേദിയായിട്ട് ഇവിടെയാണുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട സ്റ്റോൾസും മീഡിയ സ്റ്റോൾസും മറ്റ് സ്റ്റോളുകളും എല്ലാം ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. ഒരുപാട് പേര് എത്തിച്ചേരുന്ന ഒരു മെയിൻ വേദി തന്നെയാണ്. ഒരുപാട് പേര് ഇവിടെ മീഡിയ സെന്റേഴ്സും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും എത്തിച്ചേരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഉദ്ഘാടനം, സമാപന സമ്മേളനം ഒക്കെ നടക്കുന്നത് കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട വേദിയായിട്ടുള്ള സൂര്യകാന്തിയിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ഇവിടെ അകത്ത് നോക്കുകയാണെങ്കിലും വളരെ നല്ല ഭംഗിയായിട്ടാണല്ലേ ചെയ്തിട്ടുള്ളത്. എൻട്രൻസ് മുതൽ തന്നെ ആ ഒരു മനോഹാരിത കാണാനുണ്ട്. അതെ, ഇതാണ് പ്രധാനപ്പെട്ട വേദി. നാളെ ഉദ്ഘാടനം ഇവിടെയാണ് നടക്കുന്നത്. സഭാവനവും ഇവിടെ തന്നെയാണ്. പ്രധാനപ്പെട്ട ഈവൻറ്റ്സ് എല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഏകദേശം 10,000-ഓളം സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇവിടെ ഉള്ളത്. നാളത്തെ ഫസ്റ്റ് ദിവസമാണ്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ തൃശ്ശൂരിൻ്റെ സംസ്കാരം കാണിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു നല്ല ഒരു ചിങ്കാരിമേളവും പിന്നെ കൊടകളൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മളെ വരുന്ന കുട്ടികളൊക്കെ സ്വാഗതം ചെയ്യുന്നത്. അപ്പം അതിനുശേഷം ഉദ്ഘാടന സമ്മേളനം നാളെ രാവിലെ 10 മണിക്ക് നടക്കും. നാളെ ഒരു 9 മണിയാകുമ്പോൾ തന്നെ ഇവിടെ ഈ പ്രോഗ്രാംസ് ഒക്കെ നടത്തിയിട്ട് 10 മണിക്കാണ് ഉദ്ഘാടനം നടക്കുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിനായിട്ട് എത്തിച്ചേരും അല്ലേ? അതെ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം നമ്മുടെ എല്ലാ പ്രോഗ്രാംസും നടക്കും. എല്ലാ വേദികളിലായിട്ട് 25 വേദികളിലായിട്ട് ഇതിൻ്റെ പ്രോഗ്രാംസ് നടക്കും. നമ്മൾ വ്യത്യസ്തമായ പൂക്കളുടെ പേരിട്ടുകൊണ്ടാണ് ഓരോ വേദിക്കും പേര് കൊടുത്തിട്ടുള്ളത്. പൂക്കളുടെ പേരാണ്. അതുപോലെ തന്നെ ഓരോ വേദിക്ക് മുന്നിലും ആ പൂക്കളെ കുറിച്ച് ചെറിയൊരു ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, അതിനെക്കുറിച്ച് എന്താണ് ഓരോ പൂക്കളെ കുറിച്ച് അതിനെക്കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനും കൂടെ എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സമാപന സമ്മേളനം നടക്കുന്നതും ഈ സൂര്യകാന്തി വേദിയിൽ തന്നെയാണ്. നമ്മുടെ ഇഷ്ടതാരം മോഹൻലാലാണ് സമാപന സമ്മേളനത്തിൽ എത്തിച്ചേരുന്നത്. അതെ, സമാപനം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. 18-ാം തീയതി വൈകിട്ടാണ് സമാപന സമ്മേളനം. മോഹൻലാലും ഇതിൽ പങ്കെടുക്കും. നമ്മൾ എല്ലാവിധ അറേഞ്ച്മെന്റ്സും കഴിഞ്ഞതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷനിലായിരിക്കും സാർ അല്ലേ? അതെ, പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റാണ് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ സബ് കമ്മിറ്റികളുണ്ട്. ഓരോ അധ്യാപക സംഘടനകളായിട്ട് ആണ് ഓരോ സബ് കമ്മിറ്റീൻ്റെ ചുമതലയായിട്ടുള്ളത്. അവരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ജില്ലാ ഭരണകൂടം അതിന് വേണ്ട സഹകരണം എല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാ വകുപ്പുകളായിട്ട് ചേർന്നുകൊണ്ട് ഒരു ഏകോപനം നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട്. എല്ലാവരും നല്ലൊരു കൂട്ടായ പ്രവർത്തനമാണ് ഇതിലുള്ളത്. ഇപ്പോൾ മിനിസ്റ്റേഴ്സ് ആയാലും ജനപ്രതിനിധികളായാലും എല്ലാവരും ഒരു കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഇതിലുള്ളത്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു ഉത്സവം വലിയൊരു ഗംഭീരമായിട്ട് മാറ്റണം എന്നുള്ളൊരു കൂട്ടായ പ്രവർത്തനമാണ് ഇതിൽ നടന്നു വരുന്നത്. നമ്മൾ സംസ്ഥാന തലത്തിലുള്ള എല്ലാവരും എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവം അവർക്ക് നൽകുക എന്നുള്ളതിൻ്റെ ഒപ്പം തന്നെ വാശിയേറിയ മത്സരമാണ്. അപ്പോൾ തൃശ്ശൂരിൽ കപ്പ് നിലനിർത്തുക എന്നുള്ളൊരു ഉദ്ദേശം, ആ ഒരു വാശി കൂടെ നമുക്കുണ്ടല്ലേ? അതെ, അത് തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ഹോസ്റ്റ് ആണെങ്കിൽ ആ കപ്പ് ഇവിടെ തന്നെ നിലനിർത്തുക എന്നുള്ളത് അത് പ്രധാനമായിട്ടും നമ്മുടെ എല്ലാവർക്കും ഒരു ഇതായിട്ടുണ്ട്. അത് എന്തായാലും നമ്മുടെ കുട്ടികൾ അത് നേടിയെടുക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വാശിയേറിയിട്ടുള്ള നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം ഈ ഒരു കലാപൂരത്തിൽ നമുക്ക് എല്ലാ വിശേഷങ്ങളും TCVയിലൂടെ കണ്ടും കേട്ടും അറിയാം. വിഷ്വൽ മീഡിയ ചാനൽസിനുള്ള
സ്റ്റാളുകളാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. ധാരാളം ചാനൽസ് ഉണ്ട്. കലാമേള നടക്കുന്നതിനൊപ്പം കലാപൂരത്തോടൊപ്പം തന്നെ ഇവിടെ മറ്റൊരു പൂരമാണ് ഈ ഒരു ഏരിയയിൽ ഉണ്ടായിരിക്കുക, അല്ലേ സർ? അതെ, നമുക്ക് 18 സ്റ്റോളുകളാണ് ഇവിടെ ഉള്ളത് മീഡിയാസിന്. എല്ലാ മീഡിയാസും ഇവിടെ ഒരുപാട് ടീംസ് മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ അവരുടെ റിപ്പോർട്ടേഴ്സ് എല്ലാവരുമായിട്ട് വലിയൊരു ടീമാണ് ഇവിടെ ഉള്ളത് ഇത് ഫുള്ള് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തായാലും പറഞ്ഞ പോലെ തന്നെ അവിടെ മത്സരങ്ങൾ നടക്കുമ്പോഴത്തേക്ക് ഇവിടെയും വലിയൊരു ആഘോഷമാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ കലോത്സവത്തിലൊക്കെ പങ്കെടുക്കാൻ കുട്ടികൾ എത്തുന്നു, അത് കാണാനായിട്ട് ഒരുപാട് പേര് എത്തുന്നു. അതുപോലെ തന്നെ ഇത്തരം മീഡിയ സ്റ്റാളുകളിലും ധാരാളം മത്സരങ്ങളും വരുന്നവർക്കും അതുപോലെ ഇത് ആസ്വദിക്കാനായി വരുന്നവർക്കും മത്സരാർത്ഥികൾക്കും ഒക്കെ ആയിട്ട് പലതരത്തിലുള്ള മത്സരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ വലിയൊരു ആഘോഷത്തിന്റെ ഒരു ഏരിയ ആയിട്ട് മാറാൻ പോവുകയാണ് ഈ സ്ഥലം. അപ്പൊ നമ്മള് നാളെ മുതൽ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. അതിന്റെ ലാസ്റ്റ് മിനിറ്റ് ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അതെ, ഫൈനൽ ആയിട്ടുള്ള ബാക്കിയുള്ള കുറച്ച് വർക്കുകൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവസാനത്തെ നിമിഷം ചെയ്യുന്ന കുറച്ച് വർക്കുകൾ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ വർക്കുകളാണ് നമ്മുടെ സ്റ്റേജിലായാലും മറ്റു കാര്യങ്ങളിലായാലും ബാക്കിയുള്ളത്. ബാക്കി കുട്ടികൾ ഇന്ന് എത്തി തുടങ്ങി. 12 മണിയാകുമ്പോൾ അതിൻ്റെ സ്വീകരണം ഉണ്ടായിരുന്നു. അതിനുശേഷം ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം എല്ലാവരും പോയിട്ട് മിനിസ്റ്റേഴ്സ് സഹിതം എല്ലാവരും പോയിട്ട് കണ്ട് അത് ബോധ്യപ്പെട്ടു. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ വന്ന് തുടങ്ങി. കൂടുതലായിട്ടുള്ള നാളെയൊക്കെ പ്രോഗ്രാമുള്ള കുട്ടികളൊക്കെ ഇന്ന് തന്നെ എത്തിത്തുടങ്ങും. അക്കോമഡേഷൻ എല്ലാ കാര്യങ്ങളും റെഡിയാണ്. മറ്റ് സംവിധാനങ്ങൾ, പോലീസ്, ഹെൽത്ത് അതുപോലത്തെ സംവിധാനങ്ങളെല്ലാം റെഡിയാണ്. പിന്നെ മുന്നേ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു കലോത്സവമാണ്. ഗ്രീൻ പ്രോട്ടോകോൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടുള്ള കലോത്സവമാണ്. മറ്റേതൊക്കെ കാര്യങ്ങളിൽ ആണോ നമുക്ക് സമൂഹത്തിന് നല്ല മെസ്സേജ് കൊടുക്കാൻ പറ്റുന്നത് ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കലോത്സവമായിരിക്കും ഇത്. ഒരു നല്ലൊരു മാതൃകാപരമായിട്ടുള്ള ഒരു കലോത്സവമായിരിക്കും ഈ തൃശ്ശൂരിൽ നടക്കുന്ന ഈ 64ാമത്തെ കലോത്സവം. സർവ്വസജ്ജമായിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂർ. TCV കലാപുരം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ഗുരുവായൂർ, വടക്കാഞ്ചേരി, കുന്നംകുളം. അക്യുല ഫിനാൻസ് ലിമിറ്റഡ്, ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തൃശൂർ, ചേർപ്പ്, കുന്നംകുളം, കൊടുങ്ങല്ലൂർ. കേരള പെയിന്റ്സ്, ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, കേരള, തമിഴ്നാടു, കർണാടക. GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, തൃശൂർ. ഡോക്ടർ സ്മിതാസ് MIHMS സെന്റർ ഫോർ അഡ്വാൻസ് ഹോമിയോപ്പതി, പാട്ടുരായ്ക്കൽ, തൃശൂർ. ദേവസി പുല്ലോക്കാരൻ ഫർണിച്ചർ, ചൊവ്വൂർ.